അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ 13 സ്പോട്ടുകൾ SIT അടയാളപ്പെടുത്തിയത്. അപ്പോഴും നമുക്ക് അശ്വതി പ്രേക്ഷകരോട് പറയേണ്ടത് ഇതെല്ലാം പല കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ളതാണ്. ഇപ്പോൾ തന്നെ ഒരു മൃതദേഹം കുഴിച്ചെടുക്കുമ്പോൾ അത് എത്രത്തോളം ശ്രമകരമായിരുന്നു എന്നത് ആലോചിച്ച് നോക്കുക. കാരണം ഒരു വനപ്രദേശത്ത് ഏത് മേഖലയിലാണോ ഈ മൃതദേഹം കുഴിച്ചിട്ടത് എന്നതിൻ്റെ സൂചനകൾ മാത്രമാണ് അദ്ദേഹത്തിന് നൽകാൻ സാധിക്കുക. വളരെ കൃത്യമായി ഇതാ ഇവിടെയാണ് ഞാൻ കുഴിച്ചിട്ടത് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം അത് വനപ്രദേശമാണ്. ഇത് ഏത് സമയത്താണ്, ഒരുപക്ഷെ രാത്രി സമയങ്ങളിൽ ആകാം ഈ വനപ്രദേശത്ത് എത്തിക്കുഴിച്ചിട്ടത്. അതുകൊണ്ട് മാത്രവുമല്ല ഈ ശുചീകരണ തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു വെളിപ്പെടുത്തൽ പിന്നീട് നടത്തേണ്ടി വരും. ഇങ്ങനെ ഒരു അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇത് തെളിവുകളായി കാണിച്ചു നൽകേണ്ടി വരും എന്നൊന്നും അന്ന് ചിന്തിച്ചിട്ടുണ്ടാകില്ല. മാത്രവുമല്ല വനപ്രദേശത്തിൻ്റെ ഭൂപ്രകൃതി എന്നത് വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒരു പക്ഷേ ഇടതൂർന്ന വനപ്രദേശങ്ങൾ ഉണ്ട്. അതിനുശേഷം വേനൽക്കാലത്ത് അവിടെ മാറ്റങ്ങൾ സംഭവിക്കും. ഈ നേത്രാവതി പുഴ ഈ പരിസരത്ത് കൂടി ഒഴുകുന്നുണ്ട്. അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ആ ഭൂപ്രകൃതിക്ക് മാറ്റം സംഭവിക്കും. മണ്ണിൻ്റെ ഘടനയിലടക്കം മാറ്റം സംഭവിക്കും. അവിടെയാണ് ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞ പോയിന്റുകളിലെ പരിശോധന നിർണായകമായത്. അതായത് എത്രത്തോളം താഴ്ചയിലാണ് മൃതദേഹം കുഴിച്ചിട്ടത് എന്നതൊക്കെ ഏകദേശ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അവിടെ മണ്ണിൻ്റെ ഘടനയിലടക്കം മാറ്റമുണ്ടാകാം. ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്ത് മറ്റിടങ്ങളിൽ നിന്ന് മണ്ണ് ഒലിച്ചു വന്നിട്ടുണ്ടാകാം. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്പോട്ട് ചെയ്യപ്പെട്ട, അതായത് ശുചീകരണ തൊഴിലാളി പറഞ്ഞുകൊടുത്ത ഈ പ്രദേശങ്ങളിലൊക്കെയാണ് താൻ മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയത് എന്ന് പറഞ്ഞുകൊടുത്ത ഒരു പോയിന്റിൽ നിന്ന് ഇപ്പോൾ ഒരു മൃതദേഹ അവശിഷ്ടം ലഭിച്ചു എന്നത് അങ്ങേയറ്റം നിർണായകമാകുന്ന ഒന്നാണ്. പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവിടെ നടക്കുന്ന പരിശോധന എന്നത് രഹസ്യ സ്വഭാവത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അത് SIT സംഘത്തെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. കാരണം അവിടേക്ക് ഒരുപാട് മാധ്യമങ്ങൾ കടന്നു ചെന്നാൽ ഈ പ്രവർത്തികൾക്ക് തടസ്സമുണ്ടാകാം. മാത്രവുമല്ല ഇവിടെയെല്ലാം പ്രതിസ്ഥാനത്ത് കുറേയധികം ആളുകൾ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ഉണ്ട്. അവർ ഇത്തരം വിവരങ്ങൾ അതാത് മണിക്കൂറുകളിൽ അറിയുന്നത് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചേക്കാം. സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. മാത്രവുമല്ല ഈ ശുചീകരണ തൊഴിലാളി, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, ഈ ശുചീകരണ തൊഴിലാളിയെ മുഖം മറച്ചുകൊണ്ട് പ്രത്യേക വസ്ത്രങ്ങൾ ധരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കണ്ണും മൂക്കും മാത്രമാണ് പുറത്തേക്ക് ഉള്ളത്. മറ്റെല്ലാ ഭാഗങ്ങളും മറച്ചുകൊണ്ട് ഒരു കാരണവശാലും ഐഡന്റിറ്റി പുറത്തു പോകാതിരിക്കാൻ ഈ അന്വേഷണ സംഘം ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് ഈ പരിശോധന നടക്കുന്നത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരുമായി ഇപ്പോൾ പങ്കുവെക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അത് ഈ സംഭവ സ്ഥലത്ത് നിന്നുകൊണ്ട് നമുക്കും ഇത്തരം പരിമിതികളിൽ നിന്നുകൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കേണ്ടി വന്നത്. പക്ഷേ ആ ചിത്രങ്ങൾ വ്യക്തമാണ്. ആ ചിത്രങ്ങളിൽ കൃത്യമായി മൃതദേഹ അവശിഷ്ടം കണ്ടെത്തുന്നത് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ അസ്ഥികൾ ഈ പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള പെട്ടിയിലേക്ക്, പ്ലാസ്റ്റിക് കവറിലേക്ക് അടക്കം മാറ്റുന്നതിൻ്റെ കൃത്യമായ ദൃശ്യങ്ങളാണ്. അതായത് കുഴിച്ചു മൂടപ്പെട്ട ദുരൂഹതകൾ ആണ് ഇപ്പോൾ ഉള്ളത്. ആ ദുരൂഹതകളിൽ ചില വിവരങ്ങൾ ആണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ആണ് ഇപ്പോൾ ഇതാ സ്പോട്ട് 6-ൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടത്. ഒരിക്കൽ കൂടി കൂടുതൽ സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നു. അതായത് ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകളിലേക്ക് എത്തുന്നു. 6-ാം സ്പോട്ടിൽ നിന്ന് കൂടുതൽ സ്കെലിറ്റനുകൾ, കൂടുതൽ അസ്ഥികൂട ഭാഗങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഇത് ഒരു പക്ഷേ ഈ നേരത്തെ കണ്ടെത്തിയ അസ്ഥികൂടത്തിന്റെ ബാക്കിയാണോ അതല്ല എങ്കിൽ പുതിയതാണോ എന്നൊന്നും പറയാൻ സാധിക്കില്ല. എന്തായാലും ശുചീകരണ തൊഴിലാളി കാണിച്ചു കൊടുത്തിട്ടുള്ള ഈ 13 സ്പോട്ടുകളിൽ ഒരിടത്ത് തന്നെ ഒന്നിലധികം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് ശുചീകരണ തൊഴിലാളി പറഞ്ഞ സാഹചര്യം ആണ് പ്രധാനമാകുന്നത്. അങ്ങനെയെങ്കിൽ ഇനിയും അതേ സ്പോട്ടിൽ തന്നെ, അതായത് 6-ാം സ്പോട്ടിൽ തന്നെ പരിശോധന തുടരുക തന്നെ ചെയ്യും. അവിടെ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തുവാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ KB ബൈജു റിപ്പോർട്ട് ചെയ്തത് പ്രകാരം ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതായി ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിട്ടുള്ള സ്പോട്ട് 8-ാമത്തെ സ്പോട്ടാണ്. അവിടെ പരിശോധന നടക്കാൻ പോകുന്നതേയുള്ളൂ. അതിനു മുമ്പാണ് ഈ 6-ാമത്തെ സ്പോട്ടിൽ നിന്ന് കൂടുതൽ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ മൃതദേഹ ഭാഗങ്ങൾ, അസ്ഥികൂടങ്ങൾ കണ്ടെത്തുന്നു എന്നത് നിർണായകമാകുന്നത്. ഇത് ഇനി ആരുടേത് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒന്നിലധികം ആളുകളുടേതാണോ എന്നത് കണ്ടെത്തേണ്ടതുണ്ട്. ഏത് കാലഘട്ടത്തിൽ ഉള്ള മൃതദേഹം എന്ന് തിരിച്ചറിയാൻ നമ്മുടെ ശാസ്ത്രീയമായ സംവിധാനങ്ങൾക്ക് സാധിക്കും. ഒപ്പം ഈ മൃതദേഹ അവശിഷ്ടങ്ങളിലൂടെ ഏകദേശ പ്രായം അടക്കം കണ്ടെത്താൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ഈ ശുചീകരണ തൊഴിലാളി നൽകിയ മൊഴിയുമായി അത് പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കും. മാത്രവുമല്ല ഇപ്പോൾ പ്രത്യേകമായ ഒരു സെൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രൂപീകൃതമായിട്ടുണ്ട്. ഹെൽപ്പ് ഡെസ്കുകൾ അവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പല കാലയളവിൽ ആയി ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന പ്രദേശത്ത്
കാണാതായിട്ടുള്ളവരുടെ പട്ടികകൾ ശേഖരിച്ചു വരികയാണ്. ഒരുപക്ഷെ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ, നമുക്കറിയാം മലയാളികൾ അടക്കമുള്ളവർ ദുരൂഹമായ സാഹചര്യത്തിൽ പലരെയും കാണാതായി എന്ന് വെളിപ്പെടുത്തൽ നടത്തിയ സാഹചര്യമുണ്ട്. പലരുടെയും വെളിപ്പെടുത്തലുകൾ ന്യൂസ് 18 തന്നെ പ്രേക്ഷകരിലേക്ക് നമ്മൾ ഇതിനോടകം തന്നെ എത്തിച്ചതാണ്. അങ്ങനെയുള്ള നിരവധി ആളുകൾ ആയിരിക്കും ഈ ഹെൽപ്പ് ഡെസ്കുമായി ഇനി ബന്ധപ്പെടാൻ പോകുന്നത്. അവർ ആയിരിക്കും ഇത്തരം വിവരങ്ങൾ, അതായത് തങ്ങളുടെ അച്ഛനെ, അമ്മയെ, സഹോദരനെ, സഹോദരിയെ, മകനെ, ഇങ്ങനെ പല കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ ആണ് മിസ്സിംഗ് ആയിട്ടുള്ളത്. ഇത്തരം ഡേറ്റകൾ ഈ ഹെൽപ്പ് ഡെസ്കിനെ എത്തിക്കണം, അല്ലെങ്കിൽ ഹെൽപ്പ് ഡെസ്കിനെ അറിയിക്കണം എന്ന് കൂടിയാണ് നമുക്ക് പ്രേക്ഷകരോട് ഓർമ്മപ്പെടുത്താനുള്ളത്. ഒരുപക്ഷെ നമ്മുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ പരിചയത്തിൽ ഉള്ളവരോ ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഇത്തരം ദുരൂഹമായ സാഹചര്യത്തിൽ ധർമ്മസ്ഥലയിൽ നിന്ന് മിസ്സിംഗ് ആണ് എങ്കിൽ, അതിലേതെങ്കിലും കുടുംബങ്ങൾ ഇത് തുറന്നു പറയാൻ മടി കാണിക്കുന്നുവെങ്കിൽ അത്തരം കുടുംബങ്ങൾ കൂടി അതിന് തയ്യാറാകേണ്ട ഘട്ടമാണ്. കാരണം അന്വേഷണ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കാരണം ഈ ശുചീകരണ തൊഴിലാളി നടത്തിയ വെളിപ്പെടുത്തലിനെ ശരിവെക്കുന്ന ഡേറ്റകളിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് തെളിവുകളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് നിർണായകമായി മാറുന്നത്. ഇനി അറിയേണ്ടത് ഈ മൃതദേഹം ആരുടേത് എന്നുള്ളതാണ്. അതിന് ഒരുപക്ഷെ DNA പരിശോധന പോലെയുള്ള സാങ്കേതിക സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ തീർച്ചയായും അറിയാൻ സാധിക്കും. അതിനെ ഇനി ബന്ധിപ്പിക്കേണ്ടത് ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയുമായിട്ടാണ്. അതിൽ നമുക്ക് പരിമിതികളുണ്ട് എന്ന് അശ്വതി പറയേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ KV ബൈജു അടക്കം ഈ വാർത്ത നിരന്തരം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ പ്രതിഭാഗത്ത് എന്ന് സംശയിക്കുന്ന നിരവധി ആളുകളുണ്ട്. അവിടെ ഒരു ഡീൻ ഗ്യാങ് എന്നത് ഇപ്പോഴും സജീവമാണ് താനും. പക്ഷേ അതിൻ്റെ തലവൻ ആരാണ്, അതിന് നേതൃത്വം നൽകുന്നത് ആരാണ്, അവർക്ക് സഹായം എത്തിക്കുന്നത് ആരാണ്, ഇതൊക്കെ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആധികാരികമായി റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അത് കണ്ടെത്തേണ്ടത് അന്വേഷണ സംഘമാണ്. ആ അന്വേഷണ സംഘത്തിന് ഏറ്റവും നിർണായകമാകുന്നത് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ഈ അസ്ഥികൂട ഭാഗങ്ങളും അതോടൊപ്പം തന്നെ ശുചീകരണ തൊഴിലാളി നൽകിയിട്ടുള്ള വെളിപ്പെടുത്തലും ആണ്. ആ വെളിപ്പെടുത്തലിന്റെ ഭാഗമായി തന്നെ ആരാണ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ളത്, ആർക്കു വേണ്ടിയാണ് ഈ മൃതദേഹങ്ങൾ കുഴിച്ചിടേണ്ടി വന്നത്. ഒരു പക്ഷേ അശ്വതി, നമുക്ക് എടുത്തു പറയേണ്ടത് ഈ കൃത്യത്തിൽ അല്ലെങ്കിൽ ഇത്തരം കൊലപാതകങ്ങളിലോ ബലാത്സംഗങ്ങളിലോ നേരിട്ട് പങ്കാളികൾ ആയിട്ടുള്ള ആളുകളാകണമെന്നില്ല ഈ ശുചീകരണ തൊഴിലാളിയെ ഈ മൃതദേഹങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ളത്. കാരണം അത് അത്രമേൽ വലിയ ഗ്യാങ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ മറ്റുള്ളവരെ ഏൽപ്പിച്ച അവർ ആയിരിക്കാം ഈ തൊഴിലാളിയെ ഈ പ്രവൃത്തിക്ക് വേണ്ടി പ്രേരിപ്പിച്ചത്. എന്തു തന്നെയാണ് എങ്കിലും ഈ മൃതദേഹങ്ങൾ അല്ലെങ്കിൽ ഈ അവശിഷ്ടങ്ങൾ ഈ തൊഴിലാളിയെ ഏൽപ്പിച്ച ആളുകളെ സംബന്ധിച്ച ഇൻപുട്ടുകൾ, വിവരങ്ങൾ അന്വേഷണ ഏജൻസിക്ക് ഇതിനോടകം തന്നെ മൊഴിയായി ഈ ശുചീകരണ തൊഴിലാളി നൽകിയിട്ടുണ്ട്. അവരിലേക്ക് എത്തിപ്പെടുന്നതിന് മുമ്പ് അതിനെ ശരിവെക്കുന്ന തെളിവുകൾ ശേഖരിക്കുക എന്നതാണ് അഭിലാഷ്. എന്തായാലും വളരെ നിർണായകമായ ഈ ഘട്ടത്തിൽ നമുക്ക് ധർമ്മസ്ഥലയിൽ നിന്നും KV ബൈജു കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ബൈജു, ആ പോയിന്റ് 6 പോയിന്റിൽ നിന്ന് തലയോട്ടി കൂടി കണ്ടെത്തിയിരിക്കുന്നു, കൂടുതൽ അസ്ഥിഭാഗങ്ങൾ കൂടി കണ്ടെത്തിയിരിക്കുന്നു എന്ന നിർണായക വിവരം ലഭിക്കുന്നു. നേരത്തെ 2 അടി കുഴിച്ചപ്പോഴായിരുന്നു ആ ഭാഗങ്ങൾ കണ്ടെത്തിയെങ്കിൽ ഇപ്പോൾ കൂടുതൽ ആ പരിശോധന ആ പ്രദേശത്ത് നടക്കുന്നു